നമുക്കിന്ന് നോമ്പ് പിടിക്കാനാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുർബാനയൊക്കെ കൂടിയിട്ട് കുരിശൊക്കെ വരച്ച് നേരെ വീട്ടിലോട്ട് വന്നു. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം നോമ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കഷ്ടപ്പെട്ട് നോമ്പെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടില്ല. മനസ്സുകൊണ്ട് തയ്യാറായ ശേഷം മാത്രം ഞാൻ നോമ്പെടുക്കുള്ളൂ. ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കണ പോലെ നോമ്പെടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ഉള്ളിക്കറി വെക്കാമെന്ന് കരുതി. ഉള്ളി പൊളിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എങ്കിലും ഇത്തിരി വെക്കാമെന്ന് കരുതിയിട്ട് അത് ദേ വേഗം അടുപ്പത്താക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 കുറുണ്ണാപ്പികൾ ദേ വന്ന് നിൽക്കണേ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഉടനെ തന്നെ വീഡിയോ എടുത്തോണ്ട് തള്ളപ്പൂച്ച ചാടിക്കളഞ്ഞ്. അടുക്കളയിലെ തട്ടും മുട്ടും കേട്ടപ്പോൾ ആളോർത്ത് മീനായിരിക്കും എന്നോർത്ത് ഓടിക്കതച്ച് വന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ അപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിക്കറി ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇച്ചിരി കൊടുത്തേ. ആൾ കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞു കളയും കേട്ടോ. പിന്നെ അതേ ഒഴിച്ചു കൂട്ടാൻ ചാറ് കറിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരു തട്ടിക്കൂട്ട് കറി അങ്ങനെ ഉണ്ടാക്കി. പിന്നെ മുരിങ്ങാക്കോലും ഉരുളക്കിഴങ്ങും പീരോതിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി. വേഗം ദേ അപ്പനും ചേട്ടനും ഒക്കെ ചോറ് വിളമ്പി കൂട്ടത്തിൽ ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനായിട്ട് വെറുതെ ഇരിക്കണ ഇതിന് അങ്ങനെ ദേ പച്ചക്കറിയൊക്കെ കൂട്ടി ഒരു ഊണങ്ങോട്ട് കഴിച്ച പത്രമുള്ള ടാറ്റാ.